ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബി മാളവിക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒത്തിരി പേര് ചെയ്യണം കണ്ടിട്ട്. അപ്പോൾ എനിക്കും എൻ്റെ ഒരു യൂട്യൂബ് അക്കൗണ്ടുള്ള ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്, പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത്. അതും ഫുള്ളായിട്ടില്ല കേട്ടോ, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഉച്ച വരെയുള്ളതാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഈ പീരിയഡ്സ് ടൈമിൽ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ എണീറ്റ് കുളിക്കൂട്ടാ. എത്രയും പെട്ടെന്ന് എണീക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളിലൊക്കെ കിടക്കുള്ളൂ. അതും പീരിയഡ്സിൻ്റെ 3ാമത്തെ ദിവസം എനിക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. 2ഉം 3ഉം 4ഉം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഡേറ്റ് വന്നിട്ട് 3ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ദിവസമാണ് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ കുളി കഴിഞ്ഞ് വന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്ത് പൗഡർ ഇട്ടാൽ തന്നെ ഫേസിൻ്റെ ആ ഒരു ഡൾനെസ് അല്ലെങ്കിൽ ആ ഒരു ക്ഷീണമൊക്കെ നല്ലോണം പോയി കിട്ടും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് ഉള്ളൊരു ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ബ്ലീഡിങ് ആയിട്ട് ഡോക്ടറെ പോയി കണ്ട് മെഡിസിനൊക്കെ അത് ഇപ്രാവശ്യം 2ാമത്തെ ദിവസം ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉലുവവെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് വെറും വയറ്റിൽ. ഈ പീരിയഡ്സ് ടൈമിൽ ഉലുവവെള്ളം കുടിക്കണം നല്ലതാണ് വയറുവേദന കുറയാനൊക്കെ ആയിട്ട്. അല്ലാത്ത പക്ഷം ഞാൻ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഉലുവവെള്ളം കുടിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇച്ചിരി തടയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ ഭയങ്കര ക്ഷീണമാണ് ഫേസിന്. ആ സമയത്ത് ഞാൻ വെയിറ്റ് കുറയും. ആ സമയത്ത് ഞാൻ അധികം ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭയങ്കര ഓപ്പറേഷൻ അതായത് സി സെക്ഷൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റിച്ചിൻ്റെ അവിടെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 7:30ആണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. ഏട്ടനെ ഞാൻ ബബ്ലൂസിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ബബ്ലൂസിനെയും കൊണ്ട് പുറത്ത് പോയേക്കാണ്. ഞാൻ അതുകൊണ്ടാണ് വേഗം കുളിച്ച് എൻ്റെ ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങി. ഒരു 9 മണി വരെയൊക്കെ കിടന്നുറങ്ങിയിട്ടാ. അതിന് ശേഷം എണീറ്റിട്ട് പിന്നെ എത്രയൊക്കെ വയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യേണ്ട. അപ്പം വേഗം തന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. റൂം അടിച്ചു വാരി തുടച്ചു. ബാക്കി പണികളൊക്കെ ഇവിടെ അമ്മ ചെയ്തോളും. അറിയാവുന്നതുകൊണ്ട് ഹസ്ബൻഡിനായാലും അമ്മയ്ക്കായാലും എൻ്റെ ഒരു പെയിൻ അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കും. പിന്നെ ഉള്ളത് എനിക്ക് ബബ്ലൂസിൻ്റെ കാര്യമാണ്. അവൻ പിന്നെ ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എനിക്ക് അവൻ്റെ പിന്നാലെ ഓടി ചാടി നടന്ന് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ അടിച്ചുവാരി തുടയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ആകെ വയറുവേദന എടുത്തു. കാരണം ദേഹനങ്ങല്ലേ. പിന്നെ ബബ്ലൂസിനുള്ള ചൂടുവെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അവന് കുളിപ്പിച്ച് അവന് ഫുഡ് കൊടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവൻ ഫുഡ് കഴിച്ചോളും. അങ്ങനെ എൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ പോയിട്ട് സ്മൂത്തി കഴിച്ചു വിടും. അപ്പോൾ എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ മധുരങ്ങളാണ് ഇഷ്ടം, പ്രത്യേകിച്ച് ഡയറി മിൽക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ. പക്ഷേ നല്ലതല്ല. ബോഡി വെയ്റ്റൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, സ്മൂത്തി ആക്കി. അതിലാകുമ്പോൾ കുറച്ച് കാഷ്യും മറ്റേ എന്താ പറയുക, കുറച്ച് പീനട്ട് ബട്ടറും അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഷേക്ക് അടിച്ചത്. അപ്പോൾ ആ ഒരു മധുരവും ആ ഒരു ടേസ്റ്റും ആ ഒരു വിശപ്പൊക്കെ അതിലെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കും. അങ്ങനെ എൻ്റെ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. പിന്നെ ഭയങ്കര കാലുവേദനയായിരുന്നു എനിക്ക് ഇന്നലെ നൈറ്റ്. കാലിങ്ങനെ കഴച്ചിറങ്ങണ പോലെ. അപ്പോൾ അതെനിക്ക് ചേട്ടൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തരാണ്. അപ്പോൾ ഇത്തിരി ആശ്വാസം. അപ്പോൾ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കണം. തീരെ പറ്റണില്ല എനിക്ക് ഈ കാലുവേദന. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഏട്ടനറിയാം. ഞാനങ്ങനെ എണീറ്റ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ടാണ്. എണീറ്റ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ തന്നെ ബബ്ലൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അവൻ്റെ വേണ്ടിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അവന് ഞാൻ ചോറ് കൊടുത്തു. എത്രയൊക്കെ വെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലേ എനിക്ക് ഈ ഒരു. അപ്പോൾ അങ്ങനെ അടയ്ക്കാൻ പറ്റില്ലേ, നല്ലോണം പ്രസ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുക, അമ്മയുടെ അടുത്ത് വന്നിരിക്കും, പാരിനെ വന്നിരിക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ കിടക്കുമ്പോഴൊക്കെ അവൻ ചോദിക്കും, അവന് അറിവായി തുടങ്ങിയില്ലേ. അപ്പോൾ അവൻ ചോദിക്കുക എന്തമ്മ കിടക്കണേ വെയ്യെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ വയറൊക്കെ ഒന്ന് വിഞ്ഞു തരുട്ടവൻ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങനെ എനിക്ക് വയ്യ സമയത്തൊക്കെ അവനോട് പറയും അമ്മയ്ക്ക് വയ്യ. അപ്പോൾ അവൻ തന്നെ ഭയങ്കര മെച്ചൂർഡായിട്ട് അവൻ തന്നെ. എൻ്റെ ഈ ഒരു പീരിയഡ്സ് ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ദിവസം എന്ന് പറയുന്നത് 2, 3, 4. അതിൽ 3ാമത്തെ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. കാരണം എനിക്ക് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും. മാരേജിന് മുമ്പൊന്നും എനിക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടില്ല കേട്ടോ.
ചില മാസങ്ങളിൽ വയറുവേദന ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം, പ്രത്യേകിച്ച് എനിക്ക് ഓപ്പറേഷനായിരുന്നു, സിസെക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരുന്ന ഒരേ പീരീഡ്സ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ചോറ് കഴിക്കുന്ന ഒരു കുട്ടിയല്ല കേട്ടോ. അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് വേഗം പോയി ചോറ് കഴിച്ചു, പ്രത്യേകിച്ച് ഈ പീരീഡ്സ് ടൈമല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു പീരീഡ്സ് ഡയൻ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.